കെ മുരളീധരനോട് RSSന് കടുത്ത ശത്രുതയുണ്ട്. അവരുടെ അക്കൗണ്ട് നിയമസഭയിൽ പൂട്ടിച്ച ആളാണ് കെ മുരളീധരൻ. ശിവൻകുട്ടിയുടെ ജയത്തിന്റെ പിന്നിൽ മുരളീധരന് വലിയ പങ്കുണ്ട്. ഇവർക്ക് PV അൻവർ ദൈവമാണ്. അതിനകത്ത് സങ്കുചിതമായ ഒരു വർഗീയ സാധനം ഉണ്ടാക്കി വെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ഒരു ഹിറ്റ് ലിസ്റ്റ് RSS ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന CPM-നെയാണ് ഭരിക്കുന്ന CPM-നേക്കാൾ കൂടുതൽ അവർക്ക് പേടി. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. രാജൻ ഭായ്, ഇന്ന് ഈ വാർത്തകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചില സാറ്റലൈറ്റ് ചാനലുകളുടെ പ്രധാനപ്പെട്ട വാർത്തയാണ് RSSന്റെ ഹിറ്റ് ലിസ്റ്റിലേക്ക് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അതോടൊപ്പം തന്നെ VD സതീശനും എന്നുള്ള ഹെഡ്ലൈനോടുകൂടിയ വാർത്ത. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? രമേശ് ചെന്നിത്തല അവരുടെ അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റിൽ വരാൻ സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള കെ മുരളീധരനോട് RSSന് കടുത്ത ശത്രുതയുണ്ട്. അവരുടെ അക്കൗണ്ട് നിയമസഭയിൽ പൂട്ടിച്ച ആളാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ അതിനു മുമ്പ് എടുത്തിരുന്ന ഒരു സമീപനം, കോൺഗ്രസിനകത്ത് ചെറിയ നീരസത്തിൽ നിന്നിരുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് RSSനെ BJP ഒക്കെ ഒരു മൃദു സമീപനം സ്വീകരിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. കാരണം ഇവിടെ സ്പേസ് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള സാധ്യതകൾ അടയ്ക്കേണ്ട എന്ന രീതിയിൽ. മുരളീധരൻ പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ്. മുരളീധരൻ അങ്ങനെ BJP വിരുദ്ധനോ അങ്ങനൊന്നുമല്ല. മുരളീധരൻ അവരെയും സൂചിപ്പിച്ചു നിന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുരളീധരൻ ഇപ്പുറത്ത് വന്നപ്പം ലീഗിനെയും റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളെയും പിന്നെ സൂചിപ്പിക്കാനുള്ള അവരുടെ മൈക്കായിട്ട് കോളാമ്പിയായിട്ട് നിന്ന് അവരെ പ്രകോപിപ്പിച്ചു. നേമത്ത് പോയിട്ട് നിന്ന് അവരെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നുള്ളതാണ്. ശിവൻകുട്ടിയുടെ ജയത്തിന്റെ പിന്നിൽ മുരളീധരന് വലിയ പങ്കുണ്ട്. കുമ്മനം തോറ്റേനകത്ത് മുരളീധരൻ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. മുരളീധരനെ നിയമസഭ കാണിക്കരുത് എന്നുള്ളത് താല്പര്യമുണ്ട്. ആ ഓപ്പറേഷന്റെ തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് പത്മജയെ തന്നെ അവർ അടർത്തിയെടുത്തിട്ടുള്ളത്. പത്മജയ്ക്ക് നിയമസഭാ സീറ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. തൃശ്ശൂർ കഴിഞ്ഞ തവണ മത്സരിച്ചെങ്കിലും പത്മജയെ അവർ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അക്കോമഡേറ്റ് ചെയ്യും. ഒരു മിക്കവാറും ഒരു ഗവർണർ പോസ്റ്റ് വരെ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആകും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഒന്നും ആയില്ല. ഡൽഹിയിലോ പിന്നെ അങ്ങനെയുള്ള എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലക്ഷദ്വീപിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പാവത്തിന് ആൻഡമാൻ നിക്കോബാറിൽ കൊണ്ടുപോയി ഇടുമോ എന്നുള്ള പേടി എനിക്കുള്ളൂ. അവിടെ കൊണ്ടിടായിരുന്നു ആദ്യം. പക്ഷേ കിരൺ ബേദി അവിടെ ഇടയ്ക്ക് കൊണ്ടിട്ടായിരുന്നു. പിന്നെ ഉള്ള ഇതിനകത്തുള്ള അവരുടെ ടാർഗറ്റ് ലിസ്റ്റിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഒന്ന് എം സ്വരാജ് അതിർത്തിയിലെ പൂരം എന്നൊക്കെ പറഞ്ഞതും അതേപോലെ തന്നെ എം സ്വരാജ് അയ്യപ്പൻ്റെ കല്യാണം നടത്തി കൊടുത്തതിൻ്റെ കാർമ്മികത്വം വഹിച്ചതും ഒക്കെ വെച്ചിട്ട് ഇവരുടെ ടാർഗറ്റ് ലിസ്റ്റിലുള്ളതാണ്. എം സ്വരാജിനെതിരായിട്ടാണ് പിന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പോലും അവരെ വോട്ടൊഴുകിയത്. കെ ബാബുവിന് അനുകൂലമായിട്ട് പോലും അവരുടെ RSSന്റെ കേഡർ വോട്ട് 2021 തെരഞ്ഞെടുപ്പിൽ കുറേ മറിച്ചു കൊടുത്തു. RSSന്റെ കേഡർ വോട്ടേ മറിക്കാൻ പറ്റുള്ളൂ. BJP വോട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് അവരുടെ പാർട്ടിക്ക് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കും. കേഡർ വോട്ടുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഘടനാ ശേഷി RSSന് കേരളത്തിലുള്ളതാണ്. അത് പലപ്പോഴും BJPക്കെതിരായിട്ടുള്ള സമീപനം പോലും അവർ സ്വീകരിക്കുകയും ചെയ്യും ചിലപ്പം. കാരണം BJP തോന്നുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ RSS ഒരു ഘട്ടത്തിൽ BJPയുടെ സംഘടനാ സംവിധാനത്തിനകത്തുനിന്ന് വിട്ടു നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു സുരേന്ദ്രനൊക്കെ ഉള്ള സമയത്ത് പലയിടത്തും. അങ്ങനെയാണ് അവരാദ്യം ഗണേശനെ കൊണ്ടുവന്നത്. ഗണേശനെ പിന്നെ പിൻവലിക്കുന്നു. ഗണേശൻ ബല ഡീലിലേക്ക് സുരേന്ദ്രനെ, അതായത് ഇവരുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എപ്പോഴും നിയോഗിക്കുന്നത് RSSന്റെ നോമിനിയാണ്. ആ പിന്നെ നോമിനിയെ നിയോഗിക്കുമ്പം ആ നോമിനി RSSന്റെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് BJP സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയെ കൊണ്ട് ആ പണി എടുപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. ഇപ്പോൾ CPM-ന്റെ വിവിധ വർഗോപജന സംഘടനകൾക്കകത്തവർക്ക് ഫ്രാക്ഷനകത്തുനിന്ന് പാർട്ടിക്ക് ഒരാൾക്ക് ചാർജ് കൊടുക്കുന്ന പോലെ SFIക്കുണ്ട്, DYFIയിലുണ്ട്, NG യൂണിയനിലുണ്ട്, CITയിലുണ്ട്, KSDയിലുണ്ട് ഒക്കെ ഉള്ളതുപോലെ ഇവരുടെ കേഡർ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ചുമതലയാണ്. ആ ചുമതല കൃത്യമായിട്ട് പിന്നെ ഗണേശ് നിർവഹിച്ചില്ല എന്നുള്ളതിൻ്റെ പുറത്താണ് ഗണേശനെ പിൻവലിച്ച് സുഭാഷിനെ പിടിച്ചാക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് RSS വിട്ടുപോകുന്ന KV സുധീഷിന്റെ കൊലപാതകത്തിൽ വരെ CPM ഏറ്റവും കൂടുതൽ ആരോപിച്ച സഖാവ് ആക്കി വിളിച്ച OK വാസുവിനെ മലബാർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആക്കിയെങ്കിലും പ്രായത്തിന്റെ പ്രശ്നമുണ്ടെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും നിയമസഭാ സീറ്റിൽ പ്ലേസ് ചെയ്തു എന്ന് കൂട്ടുക അദ്ദേഹത്തെയും ഇവർ തോൽപ്പിച്ചു കളയും. കാരണം ഇവർ വോട്ട് അപ്പുറത്തോട്ട് മറിച്ചു കൊടുക്കും എന്നുള്ളതൊരു ഫാക്റ്റാണത്. അവിടെയുള്ള ഒരു പിന്നെ വസ്തുതയാണ്. പിന്നെ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയാണ്. അതിനകത്ത് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഉൾപ്പെടെ സുഡാപ്പികളുടെ പിന്തുണ കിട്ടി. സുഡാപ്പികൾ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിൽ പോലും പിന്നെ അവരുടെയും കുറേ വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അത് അൻവറിലേക്കാണ് പോയത് ആ വോട്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇവർ ഡീൽ ഉറപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി സുഡാപ്പികളെക്കാൾ വലിയ അപകടകാരികൾ. അവർ ബൗദ്ധികമായിട്ടാണ് കളിക്കുന്നത്. അവർ ആ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുന്നു. അവരെ മുക്കാൽ ചാനൽ നടത്തുന്നു. അപ്പോൾ ആ രീതിയിൽ പിന്നെ പറവൂര് അവർക്ക് ജയിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങൾ അവർ CPM-നെ ജയിപ്പിക്കും. കോൺഗ്രസ് ഇല്ലാത്ത കേരളം എന്നുള്ളതാണ് ആഗ്രഹം. അത് തെലങ്കാനയിലും കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളതാണ്. കോൺഗ്രസ് വിമുക്ത കേരളം അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഉദ്ഘാടനം ഇവിടെ നിന്ന് ആരംഭിച്ചാൽ മാത്രമേ അത് തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. രാജസ്ഥാൻ പോയി, ഛത്തീസ്ഗഡ് പോയി, എല്ലാം പോയി കിടക്കുക. HP മാത്രം ഉണ്ടെന്നൊന്നുമില്ല അവരുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം
ഒരു ചെറിയ പ്രാദേശിക പാർട്ടിയായിട്ട് ചുരുങ്ങി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം BJP-യോടൊപ്പം തന്നെ വോട്ട് ബാങ്ക്, വോട്ട് ഷെയർ ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷെ ആ വോട്ട് ഷെയർ ഇലക്ഷന്റെ റിസൾട്ടിനെ സ്വാധീനിക്കാത്ത രീതിയിലെത്തും. അതെത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇവരുടെ വോട്ട് അപ്പുറത്തോട്ട് കൊടുക്കുക എന്നുള്ളത് അതാണല്ലോ വോട്ട് ചോറി എന്ന് പറയുന്നത്. വോട്ട് ചോരി എന്ന് പറയുന്നത്. അപ്പം വോട്ട് ചോരി എന്ന് പറയുന്നത് ഇത് വോട്ട് ചോരിയല്ല, ഇത് വോട്ട് സെയിലാണ്. വോട്ട് സെയിൽ എന്ന് പറഞ്ഞാൽ പൈസ മേടിച്ച് സെയിൽ ചെയ്യല്ല. ഇവൻ തോക്കണം. പിന്നെ മകൻ മരിച്ചിട്ടാണെങ്കിലും വീട്ടിലെ മരുമോളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള അവസ്ഥയിൽ ഞാൻ ചോദിക്കട്ടെ, ഇത്തവണയും ഈ BJP ഈ ഹിറ്റ് ലിസ്റ്റ് ഒക്കെ ആയിട്ട് നടക്കാനാണോ സാധ്യത, അതോ മറ്റേ BJP സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി നോക്കുമോ? സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾക്കകത്ത് അവരാരെയും തലയും മുറക്കി അവരെ A ക്ലാസ് മണ്ഡലങ്ങളിൽ അവർ വിജയിപ്പിക്കാനോ രണ്ടാം സ്ഥാനത്തെത്താനോ പരമാവധി പിടിച്ചെടുക്കാനോ ഒക്കെ നോക്കും. ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ, കോർപ്പറേഷനിൽ നടക്കുമ്പോൾ ഇവർക്ക് പിടിക്കാൻ പറ്റുന്ന സീറ്റുകളിലെല്ലാം അവസാനത്തെ കളിയും കളിക്കും. പക്ഷേ തിരുവനന്തപുരത്ത് അവരെന്ത് ചെയ്യും? CPM ജയിക്കാൻ സാധ്യതയുള്ള ഡിവിഷനുകളുടെ വോട്ടുകൾ അവർ കോൺഗ്രസിന് മറിച്ചു കൊടുക്കും. കാരണം കോൺഗ്രസ് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പ്രതിപക്ഷത്ത് പോലും ഇല്ല, 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവിടെ CPM-ന്റെ വോട്ട് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ഇവരെ സീറ്റുകൾ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും തന്ത്രം. അപ്പോൾ അവരത് UDF-ന് മറിച്ചു കൊടുക്കും. അവർക്ക് സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ 50 വോട്ടോ 100 വോട്ടോ മറിച്ചാൽ മതി ഒരു ഡിവിഷനിൽ RSS-ന്റെ. അത് മറിച്ചു കഴിഞ്ഞാൽ കുറച്ച് സീറ്റ് CPM-ന്റെ സീറ്റ് കോൺഗ്രസിനങ്ങ് പോകും. അപ്പം ഇവർക്ക് വേണമെങ്കിൽ കയറി 1ാം സ്ഥാനത്ത് എത്താൻ പറ്റും. ആ രീതിയിലുള്ള തന്ത്രം അവർ അങ്ങനത്തെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒക്കെ പയറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പം സന്ദീപ് വാര്യരെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മണ്ഡലങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല എവിടെ നിർത്താൻ പറ്റത്തില്ല. നിർത്തിക്കഴിഞ്ഞാൽ ഷൊർണൂർ നിന്നാലും ഒറ്റപ്പാലത്ത് നിന്നാലും ഇവന്മാർ ശരിയാക്കി കളയും. പിന്നെ RSS ശരിയാക്കി കളയും. ആരെ വോട്ട് അവർ CPM-നോ ആർക്കോ വിജയസാധ്യത എന്ന് വെച്ചാൽ അവർക്ക് കൂടും. അവർ ആര് ജയിച്ചാലും പറ്റില്ല, സന്ദീപിനെ ജയിപ്പിക്കരുത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജിനെ നിയമസഭ കാണിക്കാതിരിക്കുക. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ VT ബൽറാം അവരുടെ ടാർഗറ്റ് ലിസ്റ്റാണ്. കാരണം ഈ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളുടെ പ്രിയപ്പെട്ട പോരാളിയാണല്ലോ റാഡിക്കൽ. അത് മാത്രമല്ല, റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുകയും ഏകപക്ഷീയമായി ഇവരുടെക്കെതിരെ മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പം സെലക്റ്റീവ് സെക്കുലറിസമാണ് പറയുന്നത്. സെലക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റി ടെററിസമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഇവർക്കൊരു പകയോട് കൂടിയിട്ടാണ് കാണുന്നത്. അതേപോലെ ആര്യയുടെ ഷൗക്കത്തിനും ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പിടിച്ചു വാങ്ങിയതുകൊണ്ട് BJP അവിടെയും അത്യാവശ്യം കച്ചവടം നടത്തും. ആ കച്ചവടം നടത്തുന്നത് ഷൗക്കത്തും സ്വരാജും തമ്മിൽ നിൽക്കുമ്പോൾ അവരെ ഏറ്റവും വലിയ ശത്രുവല്ല സ്വരാജിന് പകരം വേറെ കാൻഡിഡേറ്റ് വരുമ്പം അവർക്ക് ഷൗക്കത്തിനെ തോപ്പിക്കാനുള്ള പണി നോക്കും. അങ്ങനെയാണ് ഷൗക്കത്തിന് സെക്കുലർ എന്നുള്ള ഇമേജും ദൈവനാമത്തിൽ സിനിമയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതും പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങി എന്നുള്ളതും വരും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് അവർ വലിയ മാർജിനിലാണ് പരാജയപ്പെട്ടത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലും ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഇവരെയാണ്, പിന്നെ CPM-നെ. അപ്പോൾ ആ സംഭവം അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അവിടെ BJP-ക്കകത്ത് ഗ്രൂപ്പിസവും കാര്യങ്ങളും പല തട്ടിലായിട്ട് നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അവിടെ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും ഒക്കെ ചിത്രത്തിൽ നിന്ന് മാറിയിട്ട് അവിടെ ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്തി ശോഭാ സുരേന്ദ്രനെ കൊണ്ട് നിർത്തിയാൽ മതി. ശോഭാ സുരേന്ദ്രനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൻ്റെ ചിത്രം മാറും. അപ്പോൾ അവർക്ക് ജയസാധ്യതയുള്ള ഒരാളാണ്. അവർക്ക് ഒരു ജയസാധ്യത ഇല്ലാത്ത ആളെ കൊണ്ട് നിർത്തിയാൽ വാങ്കൂട്ടത്തിലുള്ള തോപ്പിക്കുക എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അപ്പുറത്ത് വോട്ട് കൊടുക്കുന്നവരും. അതേപോലെ ഇപ്പോൾ PV അൻവർ UDF-ന്റെ ഭാഗമായിട്ട് കൂടിയെന്ന് നോട്ടിക്കോ. PV അൻവർ വല്ല ബേപ്പൂരോ എവിടെയെങ്കിലും മത്സരിച്ച് കഴിഞ്ഞാൽ PV അൻവർ ഇവിടുത്തെ സുഡാപ്പികളുടെ വരെ കൺകണ്ട ദൈവമാണ്. ഇപ്പോൾ ഷാസ്കറിയായിട്ടുള്ള ഫൈറ്റൊക്കെ വരുമ്പോഴാണെങ്കിലും PV അൻവറിൻ്റെ ഫാൻ ബേസ് എന്ന് പറയുന്നത് സുഡാപ്പികളായിരുന്നു. PV അൻവർ തന്നെ ഇട്ടൊരു പോസ്റ്റിനകത്ത് ഷാജൻ സ്കറിയ, പിന്നെ നവകേരള ന്യൂസ് രാജൻ ജോസഫ്, ഞാൻ അതിൻ്റെ ആരുമല്ല, ഞാനിപ്പോൾ ഇവിടെ വന്ന് ചെയ്യുന്ന പോലെയേ ഉള്ളൂ. പിന്നെ രാജൻ ജോസഫ്, മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ, പിന്നെ കർമ്മ ന്യൂസിൻ്റെ ഏതോ ഒരുത്തനുണ്ടല്ലോ അവൻ്റെ പേരെഴുതി, അങ്ങനെ കുറേ പേരെഴുതിയിട്ട് എല്ലാം ക്രിസംഗികളാണ് ഇവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് കിട്ടതാണ്. പോസ്റ്റ് കൈകാര്യം ചെയ്തത് നമ്മുടെ പഴയ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാഷിൻ്റെയും അവിടുത്തെ കുറ്റ്യാടി MLA ആയിരുന്ന KK ലതികയുടെയും മകനും ഇപ്പോൾ ഇതിനകത്തുള്ള സാനിയ മയോമി എന്തോ പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലുള്ള അവളുടെ ഭർത്താവുമായിട്ടുള്ള ഒരുത്തനാണ് പിന്നെ ഈ സാധനമൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. അല്ലാതെ PV അൻവറിൻ്റെ സാഹിത്യമൊന്നും അല്ലാതെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്തപ്പോൾ പോലും അങ്ങനെ ചെയ്തു. അത് ചെയ്തത് റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളായിരുന്നു കൈയടിച്ചത്, സഖാക്കൾ പോലും അല്ല. അപ്പോൾ ഇവർക്ക് PV അൻവർ ദൈവമാണ്. PV അൻവർ ഇപ്പോൾ ഈ മലപ്പുറം ജില്ല വിഭജിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പം അതിനകത്ത് സങ്കുചിതമായ ഒരു വർഗീയ സാധനം ഉണ്ടാക്കി വെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മുസ്ലിങ്ങളുടെ രക്ഷകൻ ഞാനാണെന്നുള്ളത് വരുത്താൻ നിൽക്കുക. സെക്യുലറിസം ഒരു വശത്ത് പറയുമ്പോഴും ജോയിയെ സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിക്കുമ്പോഴും ഒക്കെ ഇദ്ദേഹം സെക്യുലറുമാണ്. പക്ഷേ ഇതിനെ ടൂളായിട്ട് ഉപയോഗിക്കുക, ഇത് കേട്ടാൽ സൂഹിക്കുന്ന രോമാഞ്ചം കൊള്ളുന്ന ആൾക്കാരുണ്ടെന്നുള്ളത്. അപ്പം അൻവറിനെ വേറെങ്കിലും സീറ്റിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ബേപ്പൂർ അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ റിയാസ് ചെയ്യട്ടെ ഇവൻ തോക്കട്ടെ എന്ന് കരുതും.
മറ്റവരെ ജയിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഇവരെ തോപ്പിച്ച് കാണണം എന്നുള്ളത്. അതേപോലെ തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സലാമിന് ഇപ്പം തന്നെ സുഡാപ്പി ഇമേജ് വല്ലാതെ വരുന്നുണ്ട്. സലാമിൻ്റെ ഒരു പ്രീണന നയം, ഒരുതരം പ്രത്യേക സമീപനമൊക്കെ വരുമ്പം സലാമിനെ മാത്രമല്ല സുധാകരൻ തന്നെ പറയാതെ ചിലത് സൂചിപ്പിച്ചിട്ടുണ്ട്. സുധാകരൻ്റെ പഴയ മണ്ഡലം കൂടിയാണ്, സുധാകരനുള്ള സ്വാധീനമുണ്ട്. അങ്ങനെ വരുമ്പം അവിടെയും അമ്പലപ്പുഴയൊന്നും ഇപ്പോൾ വലിയ മോശമുള്ള സ്ഥലമല്ല. അമ്പലപ്പുഴയിലൊക്കെ അത്യാവശ്യം BJPക്ക് നല്ല സംഘടനാ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. സന്ദീപ് വാചസ്പതി ആ ജില്ലയ്ക്കകത്ത് നല്ല പണിയെടുക്കുന്നുണ്ട്. പുന്നപ്പുറം വയലാർ സ്മാരകത്തിൽ പോയിട്ട് പുഷ്പാർച്ചന നടത്തിയിട്ടാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. തൊട്ടിപ്പുറത്ത് കായംകുളത്ത് ജ്ഞാനമാണ്, പാലക്കാടല്ലാത്ത കായംകുളത്താണ് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമീപ മണ്ഡലങ്ങളിലും കൂടി അതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ചെറിയ മീനല്ല. അപ്പം അങ്ങനെ വരുമ്പം അവിടെ സലാമിനെ തോപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് വരുമോ. പിന്നെ രമ്യ ഹരിദാസിനെ എങ്ങനെയാണോ സുഡാപ്പികൾ തോപ്പിച്ചത്, രമ്യ ഹരിദാസിനെ സുഡാപ്പികൾ തോപ്പിച്ചത് ഷാജൻ സ്കറിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ മാത്രമായിരുന്നു ക്യാമ്പയിൻ. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പെർസെന്റേജ് വോട്ട് കുറവ് വന്നിട്ടുണ്ടാവും. പക്ഷെ അത് മാത്രമൊന്നുമല്ല രമ്യ ഹരിദാസ് തോക്കാൻ കാരണം. രമ്യ ഹരിദാസ് തോക്കാനായിട്ട് അവിടെ പാർട്ടിക്കകത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് ഇത്തിരി ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ഇതിന് കൂടിപ്പോയി എന്നുള്ളതുകൊണ്ട് തന്നെ പരാജയപ്പെടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു ഹിറ്റ് ലിസ്റ്റ് RSS ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവർക്ക് എന്തായാലും കേരളം 2026 പിടിക്കണം എന്നുള്ള ഒരാഗ്രഹവും ഇല്ല. അങ്ങനത്തെ സ്വപ്നം കാണാൻ കഴിയത്തില്ലെന്ന് അവർക്കറിയാം. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2031 2026 കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വന്നാൽ പ്രതിപക്ഷത്തിരിക്കുന്ന CPM-നെയാണ് ഭരിക്കുന്ന CPM-നേക്കാൾ കൂടുതൽ അവർക്ക് പേടി. പ്രതിപക്ഷത്തിരിക്കുന്ന CPM എപ്പോഴും കത്തിച്ചടിച്ചു നിൽക്കും. അവരെ സംഘടനാ മിഷണറി സജീവമാവും, അവസാനത്താളെ ആക്റ്റീവ് ആക്കും, സമര പോരാട്ടങ്ങൾ നടക്കും, പ്രക്ഷോഭങ്ങൾ നടക്കും. അപ്പം CPM-ന് വീണ്ടും 2031 അധികാരത്തിൽ വരാനുള്ള സ്പേസ് കിട്ടും. അതേസമയം 5 കൊല്ലം കൂടെ CPM അധികാരത്തിലിരുന്നാൽ CPM-ഉം തീരും, കോൺഗ്രസിന് പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൈസ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലും എത്തും. കോൺഗ്രസിൽ നിന്നുള്ള ആൾക്കാർ BJP-യിലേക്ക് ഒഴുകിയും പോകും. അപ്പോൾ 2031 CPM-ഉം BJP-യും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വരികയും കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യുമ്പം കോൺഗ്രസ് ദുർബലമാവുമ്പോൾ സ്വാഭാവികമായും ലീഗും ദുർബലമാവും. ലീഗ് ഒരു ഘട്ടത്തിൽ BJP-ആയിട്ട് അലയൻസിലേക്ക് പോകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അലയൻസിലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ LDF-ആയിട്ട് അലയൻസിലേക്ക് പോകാൻ അതുണ്ട്. അതോടുകൂടി കോൺഗ്രസ് തീർന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് നടക്കുമ്പോൾ അവർക്ക് വിജയിക്കാനോ പ്രധാന പ്രതിപക്ഷമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം RSS എന്ന് പറഞ്ഞാൽ ചില്ലറ ബുദ്ധിയൊന്നുമല്ല. ഇവന്മാരെല്ലാം വിറ്റ പൈസ അവർക്കുണ്ട്. ഇവരിവിടെ ഇരുന്ന് താത്വികമായിട്ട് കാര്യങ്ങൾ ഒരു കൂട്ടർ അവലോകനം ചെയ്യും. മറ്റേ കൂട്ടർക്ക് KPCC ഭാരവാഹികളെയും DCC ഭാരവാഹികളെയും പോലും തീരുമാനിക്കാൻ പറ്റുന്നില്ല. 8-10 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട്, എല്ലാവരും മുഖ്യമന്ത്രിമാരാണ്. MP-മാരെല്ലാം പിന്നെ ഇവിടെ മന്ത്രിമാരായിട്ട് വരണമെന്നും കണ്ട് നിയമസഭയെ മത്സരിക്കണമെന്നും കണ്ടിരിക്കുകയാണ്. അവനവന് താല്പര്യമുള്ള പെട്ടുതൂങ്ങികളെ സംഘടനാ ഭാരവാഹികളാക്കി കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു സിസ്റ്റവും ഇല്ലാത്തൊരു പാർട്ടി, ഒരു ജനാധിപത്യവും ഇല്ലാത്തൊരു പാർട്ടി, ഒരു രീതിയിലുമുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെ ആരെങ്കിലുമൊക്കെ വഴിയെ പോകുന്നതിനെ പിടിച്ച് ഓരോ സ്ഥാനത്ത് പൈസ മേടിച്ചാക്കുന്ന പാർട്ടി. സീറ്റ് കൊടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം, പിന്നെ DCC സെക്രട്ടറി ആവണമെങ്കിൽ പൈസ കൊടുക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കും, മണ്ഡലം സെക്രട്ടറിയും DCC സെക്രട്ടറിയൊക്കെ അവൻ കയ്യിൽ നിന്ന് പൈസ കൊടുക്കുക എന്നല്ല, നമുക്കൊക്കെ അവർ പൈസ തരാന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതൊക്കെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം. അപ്പം ശരിക്കും RSS-ന്റെ ഹിറ്റ് ലിസ്റ്റ് യാഥാർത്ഥ്യമാണോ? RSS-ന്റെ ഹിറ്റ് ലിസ്റ്റ് യാഥാർത്ഥ്യമാണ്. അവർ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യമാണ്. അവർ ലിസ്റ്റിൽ ടാർഗറ്റ് ചെയ്താൽ എല്ലാവരെയും തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും തോൽപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ അവരെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.